വേറൊരു കാര്യം, സാതിരുന്നാൾ ഇവരുടെ കൃതി ഞാൻ എഴുതിയതെന്നും പറഞ്ഞാണെന്നും പറഞ്ഞ് നമ്മൾ പല ടി വിയിലും കാണുന്നു. വാസ്തവത്തിൽ അതല്ല സംഭവം. ഇതെല്ലാം ഈ ഇവരുടെ സമർപ്പണങ്ങളെല്ലാം അവിടെ വെച്ചിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അതെല്ലാം സാതിരുന്നാളുകളും അതിൻ്റെ കൂടെ. അന്നേരം ഇത് അറിയാൻ പറ്റുകയില്ല, ഇവരെഴുതിയത് അന്നേരം എല്ലാം സാതിരുന്നാളാണെന്ന് അങ്ങ് ധരിച്ചു വെച്ചിരിക്കുകയാണ്. അത് രാജകുടുംബത്തിൻ്റെ തെറ്റൊന്നുമല്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായതാണ് കാര്യം. ടൂറിസം പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്താൻ പോകുക എന്ന് പറഞ്ഞ് ആളുകൾ ടൂറിസം ആളുകൾ വന്നിട്ട് സന്ദർശനമൊക്കെ നടത്തിയിരുന്നല്ലോ. അതെ, അത് നടത്തിയിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പിന്നീട് അതിനെപ്പറ്റി യാതൊരു അനക്കവും ഇല്ല. കാരണം അതിൻ്റെ എല്ലാം പുറകെ പോകാൻ ആൾ വേണം, അതിനെല്ലാം നമ്മുടെ സ്വാധീന ശക്തി വേണം, എങ്കിലേ ഒരു കാര്യം നടക്കുള്ളൂ. ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്തേക്ക് വരാനൊരു നല്ല വഴി പോലും ഇല്ലല്ലോ. കാരണം ഫുള്ള് നല്ല വഴി പോലും ഇല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതെല്ലാം അധികാരികൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതല്ലേ? അതെ, കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതാണ്. പക്ഷേ എന്താണ്, എല്ലാം രാഷ്ട്രീയം ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് വളരെയധികം പുരോഗമിക്കേണ്ട ഒരു സ്ഥലമാണ്, ചരിത്ര പ്രാധാന്യമുണ്ട്, പ്രകൃതി രമണീയമാണ്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പല പ്രാവശ്യം ആലോചിക്കുന്നുണ്ട്, ആലോചന എങ്ങും എത്തുന്നില്ലെന്ന് മാത്രം. പ്രകൃതി രമണീയവും പുരാണ ഇതിഹാസങ്ങളും ഉറങ്ങിക്കിടക്കുന്ന പുണ്യഭൂമിയാണ് വെന്നിമല. ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രം കാണാൻ സാധിക്കുന്ന ശ്രീരാമനും ലക്ഷ്മണനും ഒരേ നടയിൽ 2 കൊടിമരമുള്ള ക്ഷേത്രവുമാണ് വെന്നിമല ക്ഷേത്രം. വാൽമീകി രാമായണത്തിൽ മഹാവിഷ്ണുവിന്റെ അവതാരമായി വിശ്വസിക്കുന്ന കപില മഹർഷി തപസ് ചെയ്ത കപിലഗുഹയും ബലിതർപ്പണം നടത്തിയിരുന്ന തീർത്ഥക്കുളവും കേരളത്തിലെ സുരക്ഷിത കോട്ടകളിലൊന്നായ വെന്നിമല കോട്ടയും എല്ലാം ചരിത്ര പ്രാധാന്യമുള്ളവയാണ്. അതുപോലെ തന്നെ സംഗീത സാമ്രാട്ടുകളിൽ ഒരാളായി വ്യക്തിമുദ്ര പതിപ്പിച്ച ഷഡ്കാല ഗോവിന്ദ മാരാരുടെ ജന്മസ്ഥലവും തെക്കൻകൂർ രാജവംശത്തിൻ്റെ ആസ്ഥാനവുമായിരുന്നു വെന്നിമല. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റ് പ്രത്യേകതകളും ഇവിടുത്തെ ആകർഷണീയമായ കാര്യങ്ങളും നമുക്ക് ആളുകളിൽ നിന്ന് അന്വേഷിച്ചറിയാം. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് വെന്നിമല ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരിയായ PS വാര്യർ അദ്ദേഹമാണ്. അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു നോക്കാം ഈ വെന്നിമല ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും ഈ വെന്നിമല കോട്ടയെക്കുറിച്ചും കപില മഹർഷിയെക്കുറിച്ചും അതുപോലെ തന്നെ തീർത്ഥക്കുളത്തെക്കുറിച്ചും ഈ ഷഡ്കാല ഗോവിന്ദ മാരാരുടെ ഈ സ്മാരകത്തെക്കുറിച്ചുമല്ല. ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ? അതിനെന്താ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. വെന്നിമലയുടെ ചരിത്രം അറിയാൻ വളരെ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഒരു കാലത്ത് ചരിത്രം ഉറങ്ങുന്ന ഇന്ന് ഒരു നാടായിട്ടാണ് വെന്നിമല മാറിയിരിക്കുന്നത്. പണ്ട് തെക്കൻകൂറിൻ രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു, ചേരമാൻ പെരുമാൾ ഭരിച്ചിരുന്നു, അതുപോലെ തിരുവിതാംകൂർ രാജാക്കന്മാരും ഭരിച്ചു. അങ്ങനെ 3 രാജാക്കന്മാർ മാറി മാറി ഭരിച്ച ഒരു ക്ഷേത്രമാണിത്. അതൊരു വലിയ സൗഭാഗ്യമാണ് ഈ ക്ഷേത്രത്തിന്. അങ്ങനെ അപൂർവം ക്ഷേത്രങ്ങളെ 3 രാജവംശങ്ങൾ ഭരിച്ച ക്ഷേത്രങ്ങളുണ്ടാവുള്ളൂ. പിന്നെ ഇവിടുത്തെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആദ്യകാലത്ത് ഈ സ്ഥലത്തിൻ്റെ പേര് ഋഷിശൃംഗം എന്നായിരുന്നു. ഋഷിശൃംഗം എന്ന് പറയാൻ കാരണം ഇവിടെ ഋഷിമാർ തപസ് ചെയ്തിരുന്നു. 7 കുളങ്ങളും 72 ഓലികളും ഈ വെന്നിമല ഈ ചുറ്റുപാടായിട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ സമീപങ്ങളായിട്ട് വെള്ള സൗകര്യമുള്ളതുകൊണ്ട്, ജലസ്രോതസ്സുകളുള്ളതുകൊണ്ട് അതിൻ്റെ സമീപത്തായിട്ട് ഋഷിമാർ വർണ്ണശാലകൾ ചമച്ച് തപം ചെയ്ത് അവർ ശാന്ത ജീവിതം നയിച്ചിരുന്നു. അങ്ങനെ ഒരു തപോവനമായിട്ടാണ് ഇതറിയപ്പെട്ടിരുന്നത്. അന്ന് ഇതിൻ്റെ പേര് ഋഷ്യശൃംഗമെന്നായിരുന്നു, ഋഷിമാർ തപസ് ചെയ്ത സ്ഥലം. അതുപോലെ തന്നെ ഋഷ്യശൃംഗൻ ദശരഥൻ്റെ പുത്രകാമേഷ്ടിയാഗത്തിൻ്റെ ആചാര്യനായിരുന്നു. ഋഷ്യശൃംഗനും ഇവിടെ തപസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഋഷ്യശൃംഗം എന്ന് വന്നതെന്ന് വേറൊരു മതമുണ്ട്. എന്തായാലും ശരി, ആദ്യകാലത്ത് ഋഷ്യശൃംഗം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അന്ന് കപില മഹർഷിക്ക് ഇവിടെ എല്ലാവരും ഒരു വിഗ്രഹം ആരാധന വേണമല്ലോ ഋഷിമാർക്ക്. അതിന് ഇവിടെ സ്വയംഭൂവായ ഒരു വിഷ്ണു വിഗ്രഹം ഉണ്ടായിരുന്നു. അതിലാണ് കപില മഹർഷി കപില മഹർഷിയും അവരുടെ മറ്റുള്ള സന്യാസി ശ്രേഷ്ഠന്മാരും അഭിഷേകം ചെയ്തത്. ആ കപില മഹർഷിയൊക്കെ അഭിഷേകം ചെയ്ത ജലം മണ്ണിനടിയിൽ കൂടെ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് പതിക്കുകയും അവിടെ ഒരു കുളം സൃഷ്ടിക്കുകയും ചെയ്തു. ഈ കുളത്തിന് കപില മഹർഷി തപസ് ചെയ്ത ജലം, അതായത് കപിലോദകം, ഉദകം എന്ന് വെച്ചാൽ ജലം, ആ ജലം വീഴുന്ന സ്ഥലമായതുകൊണ്ട് ആ കുളത്തിൻ്റെ പേര് കപിലോദകം എന്നായി. അതായത് കപില മഹർഷിയുടെ തീർത്ഥം പതിക്കുന്ന ജലം. അത് മത്സ്യപുരാണത്തിൽ തന്നെ, ഏറ്റവും ആദ്യ പുരാണമായ മത്സ്യപുരാണത്തിൽ അതിനെപ്പറ്റിയുള്ള പരാമർശം കാണാം. ഇതാണ് ഇതിൻ്റെ. പിന്നെ കപില മഹർഷി തപസ് ചെയ്തിരുന്ന, കപില മഹർഷിയെപ്പറ്റി നിങ്ങൾക്കറിയാമായിരിക്കും. അദ്ദേഹം സംഖ്യാശാസ്ത്രത്തിൻ്റെ ജനയിതാവാണ്. അങ്ങനെ ഒരു പുതിയ ശാസ്ത്രം അദ്ദേഹമാണ്. അതായത് അതിൻ്റെ നമുക്കറിയാം ബ്രഹ്മസൂത്രത്തിലെല്ലാം അതിൻ്റെ പരാമർശങ്ങൾ
അതിനെ നിശ്ചയമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. കാരണം അന്ന് വേദസമ്മതമായിരിക്കണം. അതെല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ്. ബൈബിളായാലും ഖുർആനായാലും അതിനോട് സഹകരിക്കാത്ത ഒരു ചിന്താഗതി ആരും അംഗീകരിക്കില്ല. അതുപോലെ വേദങ്ങളെ സമ്മതമില്ലാത്ത, അതായത് വേദങ്ങളെ അംഗീകരിക്കാത്ത ഒരു കാര്യങ്ങളും അംഗീകരിക്കില്ല. അങ്ങനെ ബുദ്ധമതവും ജൈനമതവും പോലെ തന്നെ ഈ നമ്മുടെ കപില മഹർഷിയുടെയും, അതായത് കപില മുനിയുടെയും ആശയങ്ങളെ ആ കാലത്ത് നിരീശ്വരവാദികളായിട്ട് അവരെയൊക്കെ പ്രഖ്യാപിച്ച ഒരു സമയമായിരുന്നു അവർ. കാരണം വേദസമ്മതമല്ലായിരുന്നു. വേദത്തിന് ഇവരൊക്കെ എതിരായിട്ടാണ് പറഞ്ഞ ബുദ്ധനും ജൈനനുമൊക്കെ. അങ്ങനെ വന്നതുകൊണ്ട് അവരെ ഇതായിട്ട് നിരീശ്വരവാദി നാസ്തികനായിട്ടാണ് അംഗീകരിച്ചിരുന്നത്. മാത്രമല്ല വാൽമീകി രാമായണത്തിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് കപില മഹർഷി എന്നൊരു പരാമർശം കിട്ടിയിട്ടുണ്ട്. അതെ, എന്നാണ് അവതാരം എന്ന് പലരും പറയുന്നുണ്ട്. ദശാവതാരത്തിൽ പെടുന്നില്ല. അങ്ങനെ വളരെ ഇപ്പം ശിവൻ്റെ അവതാരമാണ് ശങ്കരാചാര്യർ എന്ന് പറയുന്നുണ്ട്. അതായത് ആ ഒരു സങ്കല്പം, ആ ശക്തിയോടുകൂടി തന്നെ വന്നിരുന്നുകൊണ്ടായിരിക്കണം പറയുന്നത്. നമ്മൾ ദശാവതാരത്തിൻ്റെ കൂടെ ഇല്ല. അങ്ങനെ ഒരു ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. കപില മഹർഷി ആദ്യ മഹർഷിയാണ്. അതായത് ആദ്യമായിട്ട് അദ്ദേഹമാണ് മഹർഷിയുടെ സ്ഥാനം അറിയപ്പെടുന്നത്. അദ്ദേഹം വളരെ സംഖ്യാവും വളരെയധികം ഇതാണ്. നമ്മുടെ ആത്മാവിനെക്കുറിച്ചും ഇതെല്ലാമുള്ള തത്വശാസ്ത്രമാണത്. വളരെ 8, 4, 12 എന്ന് പറഞ്ഞ പോലെ എത്ര കറക്റ്റാണ് നമുക്ക് വായിക്കുമ്പോൾ. അതുകൊണ്ട് അതിന് വളരെ പ്രസിദ്ധിയുണ്ട്. ഹിന്ദുമതം പിന്നീട് അതിനെ അംഗീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിനെ ഒരു അവതാര പുരുഷനായി തന്നെ സ്വീകരിച്ചു. അങ്ങനെ വളരെ പ്രാധാന്യം ഉള്ള ഒരു ഋഷീശ്വരനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അസുരന്മാരുടെ ഇവരൊക്കെ തപസ് ചെയ്യാനും എല്ലാത്തിനും ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ വന്ന് ഇവർ പല പ്രാവശ്യം ഈ സ്ഥലങ്ങളിൽ നിന്ന് ഗുഹകളിൽ ഒളിക്കുകയോ ഇവിടുന്ന് എവിടെയെങ്കിലും അസുരന്മാർ വരുമ്പം പലായനം ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെയും വരും. പിന്നെ ഇവരുടെ അങ്ങനെ വന്നാണ് രാമാവതാര കാലത്ത് പമ്പയിലുണ്ടായിരുന്ന ഈ ലക്ഷ്മണനെയും ശ്രീരാമനും ഒക്കെ തമ്പടിച്ചിരുന്ന, കാരണം സീതാന്വേഷകനെ ആയിട്ട് വന്നപ്പോൾ. അങ്ങനെ വന്ന് ഇവിടുന്ന് മുനിമാർ അവിടെ ചെന്ന് സങ്കടം പറയുകയും ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ഉടനെ തന്നെ ലക്ഷ്മണനെ പറഞ്ഞയച്ച് ഇവിടെ അസുരന്മാരെ നശിപ്പിക്കുകയും ഇവരെ സുരക്ഷിതരാക്കുകയും ചെയ്തു. അങ്ങനെ ലക്ഷ്മണന് വിജയം സിദ്ധിച്ച ഒരു സ്ഥലമായതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് ഋഷിശൃംഗം എന്ന് മാറ്റി വിജയാദ്രി എന്ന പേര് കൊടുത്തു. അതിൻ്റെ മലയാള നാമമാണ് വെന്നിമല എന്നുള്ളത്. വിജയം എന്നുള്ളത് വിജയത്തിൻ്റെ ഒരു പര്യായമാണ്. വെന്നിക്കൊടി, വെന്നിപ്പറ. വെന്നി എന്നുള്ളത് വിജയത്തിൻ്റെ ഒരു മലയാള വാക്കാണ്. അതെ, വെന്നിമല ഇതാണ്. അതായത് വെന്നിക്കൊടി, വെന്നിപ്പറ. അതുകൊണ്ട് വിജയം എന്നുള്ള ആദ്രി മല. അന്നേരം വെന്നിമല എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ വെന്നിക്കൊടി, വെന്നിപ്പറ എന്നൊക്കെ പറയുമല്ലോ. യുദ്ധം വിജയിച്ച മല. അതെ, യുദ്ധം, അതായത് വിജയം സിദ്ധിച്ച മല എന്നുള്ള അർത്ഥത്തിൽ വെന്നിമല എന്നായിരുന്നു. ഗുഹയുടെ പ്രാധാന്യം എന്താ? ഗുഹ അദ്ദേഹം തപസ് ചെയ്തിരുന്നതാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും. പക്ഷെ അത് കഴിഞ്ഞ് തെക്കുംകൂറിൻ്റെ ആധിപത്യമല്ല രാജധാനിയൊക്കെ വന്നപ്പോൾ അവരിത് ഉപയോഗിച്ചിരുന്നു എന്നാണ്. അത് മണികൊണ്ടുവരും വാകത്താനത്ത് വരെ ഇതിൻ്റെ തുടർച്ചയുണ്ടെന്ന് പറയുന്നു. നമുക്കറിയാൻ മേല ഇവിടുന്ന് ഒരു 10-200 മീറ്ററിനുള്ളിൽ തന്നെ ഇതെല്ലാം ഇടിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ഇവിടുന്ന് ഇപ്പം നമുക്ക് അങ്ങോട്ടുള്ള ബന്ധമില്ല. പക്ഷേ ആ കാലത്ത് ഇതിലെ അവിടെ പോയിരുന്നു. ഇവരുടെ ഒരു ഇത് മണികണ്ഠപുരത്തുണ്ടായിരുന്നു. തെക്കൻകൂറിൻ്റെ ഒരു ആസ്ഥാനം അവിടെ മണികണ്ഠപുരത്തുകൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടുന്ന് മണ്ണിനടിയിൽ കൂടെ, അതായത് ഗുഹയിൽ കൂടെ അവിടെ പോകാമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് മാതൃഭൂമിയിലും വളരെ ഇതും വാകത്താനത്ത് കുഴിച്ച് തന്നപ്പോൾ ഇതിൻ്റെ അവശിഷ്ടം കണ്ടു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഈ മഹർഷിമാരെല്ലാം പിന്നീട് പലായനം ചെയ്യായിരുന്നു. അതിനു മുമ്പ് അവരൊരു കാര്യം ചെയ്തു. ലക്ഷ്മണൻ്റെ ഒരു ക്ഷേത്രം ഇവിടെ പണിയണമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെയും മുനിമാരുടെ ശല്യം കൊണ്ട് അത് സാധിച്ചില്ല. ആ വിഗ്രഹം ഇവിടെ കിഴക്ക് വശത്ത്, ഇന്ന് അമ്പലത്തിൻ്റെ അന്നത്തെ വിഷ്ണു വിഗ്രഹം ഉണ്ടായിരുന്ന കിഴക്കൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ നിക്ഷേപിച്ചിട്ട് അതിന് കാവലായിട്ടൊരു ഭഗവതി വിഗ്രഹവും കൂടെ അവിടെ വെച്ചിട്ട് അവർ പോവുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് കാലങ്ങളങ്ങനെ പോയി. ഋഷിമാരൊന്നുമില്ല, വനം പിടിച്ചു. പക്ഷേ ആ കാലത്തും ഈ കപിലോദകത്തിൽ ബലിതർപ്പണം ചെയ്യാൻ ആളുകൾ വന്നിരുന്നു. അന്ന് ഋഷിമാരുടെ കാലത്തുകൊണ്ട് അന്ന് അവർ നേതൃത്വം നൽകിയിരുന്നു.
അത് കഴിഞ്ഞും ദൂരെയുള്ളവർ ഇവിടെ വന്ന് ഈ ബലിതർപ്പണങ്ങൾ ഈ കപിലോദത്തിൽ ചെയ്യാറുണ്ട്. അന്നിവിടെ അമ്പലമില്ല. വിഷ്ണു വിഗ്രഹം തന്നെ മണ്ണിനടിയിൽ മറഞ്ഞു. കാലങ്ങളങ്ങ് വളരെ പോയി. അതെല്ലാം കഴിഞ്ഞ് ഒരിക്കൽ ചേരവാൻ പെരുമാൾ തെക്കൻ യാത്ര ചെയ്ത്, കേരള ചക്രവർത്തിയായിരുന്ന അദ്ദേഹം തെക്കൻ യാത്രയിലേക്ക് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഈ വേമ്പനാട്ടുകായൽ വഴി കോട്ടയത്തെത്തുകയും അവിടെ വന്നപ്പം സന്ധ്യയായപ്പം കിഴക്ക് പൂർവാമ്പരത്തിൽ നക്ഷത്രങ്ങൾ എന്തിനെയോ വലത്ത് വെക്കുന്ന കണ്ടു. 7 നക്ഷത്രങ്ങൾ. അത് സപ്ത ഋഷിമാരുടെ ഇതാണ്. ഉടനെ അദ്ദേഹം ഏത് സ്ഥലമാണെന്നറിയണം, അവിടെ ഏത് ഭാഗത്താണിത് വലം വെക്കാൻ എന്താണ് കാരണമെന്നറിയണം. ഉടനെ ആ ഭാഗത്തേക്ക് വള്ളം കൊണ്ടുപോകാൻ പറഞ്ഞു. അത് വേമ്പനാട്ടുകായലിൽ നിന്ന് പിന്നെ കൊടുവരാറ് വഴി വന്നു. അതിങ്ങനെ പോന്ന് ഈ സ്ഥലത്ത് നിന്ന് കിഴക്കോട്ട് പോന്നിട്ട് പുതുപ്പള്ളി വന്നപ്പോൾ ആ നദി അവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഇറങ്ങി അവിടുത്തെ നാട്ടുപ്രമാണിയായ പാലൂപ്പണിക്കരെയും കൂട്ടി അദ്ദേഹം ഇങ്ങോട്ട് പോകുന്നു ഇവിടുത്തെ. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഈ കഥ പറഞ്ഞു. വെന്നിലയുടെ കഥകളെല്ലാം അദ്ദേഹം ഇങ്ങനെയാണ്, ഋഷിമാർ ദിവസം ഇതാണ്, ഇവിടെ കപിലോദമുണ്ട്, ഞങ്ങൾ ബലിതർപ്പണത്തിന് മാത്രമേ അവിടെ പോകാറുള്ളൂ, എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ വന്ന് അന്നേരം ആ ഇടയ്ക്കാണൊരു വേടൻ മരുന്ന് മാന്തി ചെന്നപ്പോൾ ഒരു രക്തസ്രാവം ഉണ്ടായി. അദ്ദേഹം കുടിച്ചു. അത് കഴിഞ്ഞ് ആ സ്ഥലം വേലി കെട്ടി മറച്ച് അദ്ദേഹം കാവൽ സൂക്ഷിക്കുകയാണ്. അവിടെ ആരും ഇനി നടക്കരുത്, എന്തോ അവിടെ വിശേഷമുണ്ട്. അവിടെ ഈ കാര്യം പാലൂപ്പണിക്ക് അദ്ദേഹത്തോട് പറഞ്ഞു. ഉടനെ പറഞ്ഞു, എനിക്ക് ആ സ്ഥലം കാണണം, അവിടെ എന്തോ പ്രത്യേകത ഉണ്ട്, അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ വലത്ത് വെക്കുന്നത്. ഉടനെ പറഞ്ഞ് അവിടെ ചെന്ന് അവിടെ അന്നേരം അദ്ദേഹത്തിനോട് ഈ കഥയെല്ലാം പറഞ്ഞു. ഇങ്ങനെ പണ്ട് ഒരു സ്വയംഭൂ വിഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ അത് തന്നെയാണ് ശരി, ഇവിടെ തന്നെ ഒരു വിഷ്ണു ക്ഷേത്രം പണിയാൻ അദ്ദേഹം ഓർഡർ കൊടുത്തു. പണി ഏകദേശം പൂർത്തിയായി. ആജ്ഞയെല്ലാം പെട്ടെന്ന് തന്നെ ശ്രീകോവിലും അതുമെല്ലാം ഉണ്ടായി. അതിന് പൂജാരിമാരെയും എല്ലാവരും ഏർപ്പാട് ചെയ്തു. 2 ദിവസം മാത്രം ബാക്കി നിൽക്കിയ ഒരു സന്യാസി അദ്ദേഹത്തിനെ കാണാൻ വന്നു. വിഗ്രഹം എല്ലാം വിഷ്ണുവിൻ്റെ ചതുർബാഹു വിഗ്രഹം പൂർത്തിയായി. ഉടനെ സന്യാസി വന്നപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, രാജൻ, ഈ വിഗ്രഹം ചീത്ത വിഗ്രഹമാണ്, ഇത് പ്രതിഷ്ഠിക്കുന്നതുകൊണ്ട് അങ്ങേർക്ക് ഗുണത്തിന് വരും ദോഷമാണ് ഇതുണ്ടാകാൻ പോണത്, അതുകൊണ്ട് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കരുത്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ നോക്കി. ഉടനെ അങ്ങേക്ക് വിശ്വാസമാകുന്നില്ല അല്ലേ? അന്നേരം ആ സന്യാസി കയ്യിലിരുന്ന ദണ്ടുകൊണ്ട് വിഗ്രഹത്തിൻ്റെ വയറ്റത്തൊന്ന് പ്രഹരിച്ചു. ഉടനെ ആ ഭാഗം അടന്ന് അവിടുന്ന് കൃമിയും ജലവും ഒഴുകി. ഉടനെ തന്നെ രാജാവ് വിഷണ്ണനായി. എന്തു ചെയ്യും? ഇനി ദിവസം 2 ഉള്ളൂ, 2 കൊണ്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ സാധിക്കില്ല, അതിനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കില്ല. ആകപ്പാടെ വിഷണ്ണനായി. ഉടനെ സന്യാസി പറഞ്ഞു, അങ്ങൊന്നുകൊണ്ടും പേടിക്കണ്ട, ഇങ്ങനെ രാമാവതാരത്തിൽ ലക്ഷ്മണൻ വിഗ്രഹം ഒരു ക്ഷേത്രം ഇവിടെ പണിയാൻ ഉദ്ദേശിച്ചിരുന്നവർ, ആ വിഗ്രഹം ഇവിടെ കിഴക്കൊരു കുളത്തിൽ കിടപ്പുണ്ട്. ഇനി അതിന് വേറെ ഒന്നും ചെയ്യേണ്ടത്, പ്രതിഷ്ഠായോഗ്യമാണ്, അത് ലക്ഷ്മണൻ്റെ വിഗ്രഹമാണ്, അതെടുത്ത് പ്രതിഷ്ഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലക്ഷ്മണൻ എന്ന് പറയുന്നത് അനന്തതയാണ്, അനന്തൻ്റെ അവതാരമാണ്. അതുകൊണ്ട് അനന്തതയെ മാത്രമായിട്ടില്ല, അതിൽ വിഷ്ണുവിൻ്റെ അംശം, അതായത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന എന്തോ ആത്മാവതത്വവും അതിലുണ്ട്. അതുകൊണ്ട് 2 കൂടെ ഒന്നിച്ച് സങ്കല്പിച്ച് ലക്ഷ്മണ വിഗ്രഹത്തിൽ തന്നെ ശ്രീരാമനെ സങ്കല്പിച്ച് പ്രതിഷ്ഠിക്കണം. ശരി, അങ്ങനെ സങ്കല്പിച്ച് ലക്ഷ്മണൻ്റെ എല്ലാം പ്രതിഷ്ഠ ഇവിടെ നടത്തി. അങ്ങനെയാണ് ചേരവാൻ പെരുമാൾ. അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് മതം മാറി എന്നാണ് പറയുന്നത്, അറിഞ്ഞുകൂടാ. ബുദ്ധമതം സ്വീകരിച്ചെന്നും ഇസ്ലാം മതം സ്വീകരിച്ചെന്നൊക്കെ പറയുന്നു. എന്തായാലും അദ്ദേഹം കുറേ നാട്ടുപ്രമാണികൾക്കായിട്ട് രാജ്യം വീതിച്ച്, കേരളത്തെ വീതിച്ചു കൊടുത്തു. അങ്ങനെ ഈ വെന്നിമല തെക്കുംകൂർ വംശത്തിനാണ് കിട്ടിയത്. അവരെ ഇവിടെ ക്ഷേത്രഭരണവും ഈ തെക്കുംകൂറിൻ്റെ ഈ ഏരിയയുടെ രാജ പദവിയും കൊടുത്ത് ഇവിടെ വാഴിച്ചു. അന്ന് വെന്നിമല ആസ്ഥാനമാക്കിയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ക്ഷേത്രഭരണം അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞ് അവരുടെ ഭരണമാണ്. ഇവിടെ കോട്ട എന്ന് പറയുന്നത് ഇല്ല, അവിടെ ഒരു ഗേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വെന്നിമല കോട്ട എന്നാണ് ഇതിനറിയുന്നത്. ചരിത്ര പ്രാധാന്യമുള്ളൊരു കോട്ടയാണല്ലോ. അതെ, ചരിത്ര പ്രാധാന്യമുള്ള കോട്ടയാണല്ലോ.
അതെ, വലിയ കോട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം, തിരുവനന്തപുരത്തും കോട്ടയില്ല. നമ്മൾ ഛത്തീസ്ഗഡിലെ പോലെ 4 ചുറ്റും മതിലുകളില്ല. നമ്മുടെ കോട്ടകൾ ഇപ്പം തൃപ്പൂണിത്തുറയുണ്ട്, കോട്ടയ്ക്കാവെന്ന് പറയും. പക്ഷെ അവിടെ ഒന്നും കോട്ടയില്ല, ഒരു കവാടം മാത്രമേ ഉള്ളൂ. നമ്മുടെ തിരുവിതാംകൂറിൽ അങ്ങനെയൊരു പ്രശ്നമില്ല. ഇപ്പം ഇവിടെ ഉണ്ട്, എന്നാ പറയുന്നത്, പാലക്കാടൊരു ഇതുണ്ട്, അത് അടുത്ത കാലത്ത് പണിതാണ്, ടിപ്പു സുൽത്താൻ്റെ ആ സമയത്തൊക്കെയാണ്. അവിടെ മാത്രമേ ഒരു കോട്ടയുള്ളൂ. പക്ഷേ 4 ചുറ്റും നമ്മുടെ തെക്കുംകൂറിലും ഇല്ല, കിഴക്കേക്കോട്ടയും ഇതൊക്കെ ഉള്ളൂ. ഇപ്പോഴും കോട്ടയുടെ അവശിഷ്ടങ്ങളില്ലേ? ഇല്ല, കോട്ടയുടെ അവശിഷ്ടമെല്ലാം കല്ലെല്ലാം പോയി. അവിടെ ഒരു കവാടം ഉണ്ടായിരുന്നു, എൻ്റെ ഗർഭത്തിൽ കല്ലൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. അത് ഓരോരുത്തർ എടുത്തോണ്ട്, വലിയ കല്ലായിരുന്നു, ഒരു 2.5 അടി നീളത്തിൽ 1.5 അടി വീതിയുള്ള കല്ലുകളാണ്. പണ്ട് കിണറിനൊക്കെ കമത്ത് കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെയുള്ള കല്ലുകളാണ്. അതെല്ലാവരും ഓരോരുത്തർ കൊണ്ടുപോയി. അവിടെ ഇല്ല, എൻ്റെ ചെറുപ്പത്തിൽ അവിടെയൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. ഇന്നത് കാണാനില്ല. അതിൻ്റെ കൂടെ ഒരു കിടങ്ങും ഉണ്ടായിരുന്നു. അതിനിപ്പുറം കവാടം കിടന്നു കഴിഞ്ഞാൽ ഒരു കിടങ്ങൂടെ കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് പോരാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ആ കിടങ്ങിൻ്റെ വക്കുകൾ കണ്ടിട്ടുണ്ട്. ഒരുവിധം വീതി, ഒരു 5-6 അടി വീതിയിലുള്ള, ഇതും കുറേ നീളത്തിലുമാണ്. ഇന്നതൊക്കെ മൂടി, കാരണം അതെല്ലാം പറമ്പാക്കിയ കുഴിയൊന്നും വേണ്ടുന്നത് മൂടി അവിടെ. എന്നാലും അതിൻ്റെ വക്ക് കാണാം. അങ്ങനെ ഒരു അത് വെന്നുമല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ 4 ചുറ്റും കുത്തനെ ഇറക്കമാണ് കയറ്റവും. ആ കയറ്റം കയറി ഒരു സൈന്യത്തിന് ആയുധങ്ങളും ആഹാരമൊക്കെ കൊണ്ട് കയറി വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യാൻ പറ്റുകയില്ല. പെട്ടെന്ന് വന്ന് ആക്രമിക്കാൻ പറ്റാത്ത ഒരു സുരക്ഷിത കോട്ടയായിരുന്നു വെന്നുമല. അതായത് അങ്ങനെ വരണമെങ്കിൽ അവർക്ക് ആയുധങ്ങൾ, ആഹാരം ഇതെല്ലാം കൊണ്ടുവരണം. കാരണം ഇവിടെ വന്നാൽ താമസിക്കാൻ ആഹാരം കഴിക്കണ്ടേ. ഒരു സൈന്യം വരുമ്പോൾ എല്ലാം കരുതലോടുകൂടി അവർക്ക് വരാൻ പറ്റുള്ളൂ. അന്നേരം ഈ മല കയറി വരാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് വെന്നുമലക്കോട്ട ഒരു സുരക്ഷിത കോട്ടയായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ തെക്കുംകൂറ് കഴിഞ്ഞു. അതിനെ മാർത്താണ്ഡവർമ്മ തെക്കുംകൂറിനെ പരാജയപ്പെടുത്തി. അതിനുമുമ്പ് ചേരമാൻ പെരുമാളിൻ്റെ ഭരണകാലം വെന്നുമല കഴിഞ്ഞു. അത് കഴിഞ്ഞ് തെക്കുംകൂർ ഭരിച്ചു. അത് കഴിഞ്ഞ് മാർത്താണ്ഡവർമ്മ കീഴടക്കി കുറേ നാൾ അവർ ഭരിച്ചു. അവർക്ക് പല രാജ്യം, പിന്നെ അവരിട്ടു തല്ലി. തിരുവിതാംകൂർ ഭരണ ഇതിന് കീഴിലല്ലായിരുന്നല്ലോ? ഏത് തിരുവിതാംകൂർ ഭരണകർത്താക്കളുടെ കീഴിലല്ലായിരുന്നല്ലോ വെന്നുമല? ഭരണത്തിൽ രാജാവിൻ്റെ ഉടമസ്ഥയിലായിരുന്നു. ആദ്യകാലത്ത് തെക്കുംകൂറിൽ നിന്ന് അവരെടുത്തില്ലേ. എന്നാലും ഇവിടെ ഭരണം വേണ്ടേ. ഇപ്പോൾ 3 വീട്ടുകാരും കോയിമയും സമുദായവും കൂടിയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അന്നേരം രാജാവത്തിൻ്റെ പ്രതിനിധിയായിട്ട് അവിടുന്ന് കുറച്ച് നാളത്തേക്ക്. അത് കഴിഞ്ഞ് അവർക്ക് വൈക്കം, ഏറ്റുമാനൂർ, പല ക്ഷേത്രങ്ങളുടെയും ഉത്തരവാദിത്തങ്ങൾ ഇവിടെ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. അന്നേരം പിന്നെ അവർ ഇതൊക്കെ ഒരു ക്ഷേത്രത്തെ അത്ര പ്രാധാന്യം കൊടുത്തില്ല. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഇവരെല്ലാം 3 വീട്ടുകാരും ഇവരെല്ലാം പിന്നെ ഭരണം നടത്തുകയായിരുന്നു. അങ്ങനെ അവരുടെ അങ്ങനെ 3 രാജ്യമൊക്കെ ഭരിച്ചു. അത് കഴിഞ്ഞ് ഈ തീർത്ഥക്കുളത്തിനൊപ്പം പ്രത്യേകതകളുണ്ട്. തീർത്ഥക്കുളം എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, കവിതോ മഹർഷി തപസ്യ ചെയ്ത ഉദകം വീഴുന്നതുകൊണ്ടാണ്. ആ കുളത്തിന് ഏത് വേനൽക്കും വർഷക്കും അത് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയെന്നാണ് എൻ്റെ ചെറുപ്പത്തിൽ. 1950 ഇവിടെ കലശം. ആ കാലത്ത് ഇത് അടച്ചു പൂട്ടി. കാരണം ചെറിയ കുളമായിരുന്നുകൊണ്ട് പെട്ടെന്ന് ചീത്തയാകും, ഈ സോപ്പൊക്കെ ഇട്ട് ആൾക്കാർ. അതുകൊണ്ട് ചുറ്റും മതിലും കെട്ടി അടച്ചുപൂട്ടൊക്കെ ആക്കി. അതെ, പറ്റാത്ത കുളം. വേനൽ വർഷത്തെ കവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്നതാണ് ഇത്. 2 കുളമുണ്ട്. ഒന്ന് വലിയ കുളം അപ്പുറമുണ്ട്. ഇത് തീർത്ഥക്കുളം, ഈ വെളിതർപ്പണത്തിനുള്ള കുളം. അത് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ഏത് സമയത്തും. അന്നേരം ഇത് ഇവരും അടച്ചു പൂട്ടി കഴിഞ്ഞപ്പം കുളിപ്പിക്കാൻ സമ്മതിക്കാണ്ട് വന്നപ്പോൾ ഇത് തന്നെ വറ്റാൻ തുടങ്ങി. വർഷക്കാലത്ത് പോലും വെള്ളം അങ്ങ് വറ്റുക. അങ്ങനെ വന്ന വെള്ളം ചീത്തയാകുകയും വറ്റാൻ തുടങ്ങി. ഇതെന്നാ കാര്യം? ഉടനെ പ്രശ്നം വെച്ചപ്പോൾ അത് തുറന്നു കൊടുക്കണം. അങ്ങനെയാണ് ദേവന് ഇഷ്ടം. പിന്നെ അത് തുറന്നു കൊടുത്തു. അത് 2-3 പ്രാവശ്യം പിന്നെ ആവർത്തിച്ചു. അതെനിക്ക് അനുഭവമുള്ള കാര്യമാണ്. പിന്നെ അത് വെള്ളം ചീത്തയാകും. അങ്ങനെ ഒരു പ്രത്യേകതയുള്ളതാണ്. ഇവിടെ വാവുബലിക്ക്, എല്ലാ വാവുബലിക്കും ആളുണ്ട്. ഇപ്പം ദിവസവും ബലിതർപ്പണം നടക്കുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട വാവിനൊക്കെ കൂടുതൽ ആൾക്കാരുണ്ട്. കർക്കിടക അമാവാസിയാണ്. അന്ന് വളരെയധികം ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ ബലിതർപ്പണം നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതാണ് ക്ഷേത്രത്തിൻ്റെ പൊതുവെയുള്ള ഇവിടെ ഉത്സവം ഉണ്ടായിരുന്നു. ആദ്യം ഉത്സവം 3 ഉത്സവമാണ് ആണ്ടിൽ. അതായത് മറ്റു പല ക്ഷേത്രങ്ങളിലെ പോലെ 3 ഉത്സവം ഉണ്ട്, പ്രധാനപ്പെട്ട മെയിൻ ക്ഷേത്രങ്ങൾ.
അതിൽ ഒന്ന് ചിങ്ങത്തിൽ തിരുവോണ ആറാട്ടായിട്ട് വരത്തക്ക വിധത്തിൽ 8 ദിവസത്തെ ഉത്സവം. പിന്നെ മകരമാസത്തിലാണ് 28 ദിവസത്തെ ഉത്സവമാണ്. അന്ന് ചെങ്ങന്നൂർ 28 ദിവസത്തെ ഉത്സവമാണ്. പലയിടത്തും അതെ. ആണ്ടി 3 ഉത്സവം, പലയിടത്തും ആണ്ടി 3 ഉത്സവമാണ്. അത് വലിയ മഹാക്ഷേത്രങ്ങളിലേക്കായിരിക്കും ഞാൻ പറയുന്നത്, ചെറിയ ക്ഷേത്രങ്ങളൊന്നേ ഉള്ളൂ. എന്നാൽ ഈ 3 ഉത്സവങ്ങൾ നടക്കുന്നൊരു ക്ഷേത്രമാണ്. അത് ഒന്ന് 28 ദിവസത്തെ ഉത്സവമാണ്. മകരത്തിൽ രോഹിണി കൊടികേറി കുംഭത്തിരുവോണി ആറാട്ട്. അത് കഴിഞ്ഞ് കുംഭത്തിൽ 10 ദിവസം, രോഹിണി വരെയുള്ള 10 ദിവസം വലിയ ഉത്സവമായിട്ട്. അന്നാണ് ആനയും അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ, മറ്റു ചടങ്ങുകൾ മാത്രം. ഇങ്ങനെയാണ് ഇവിടുത്തെ ഉത്സവം. പിന്നെ ഒരു കാലത്ത് രാജാവിൻ്റെ കാലത്ത് ദിവസവും കൂത്ത് നടന്നിരുന്നു. ദിവസവും കൂത്തുണ്ടായിരുന്നൊരു ക്ഷേത്രമാണിത്. അത് കഴിഞ്ഞ് എൻ്റെ ചെറുപ്പത്തിലേക്ക് ഉത്സവകാലത്ത് മാത്രമാക്കി ചാക്യാർ കൂത്ത്. അന്ന് 28 ദിവസം കൂത്തുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിന് വലിയ അനുഭവം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, ഈ കൂത്തിൽ നിന്ന് നമുക്ക് സംസ്കൃതത്തിനെക്കുറിച്ച് ഒരറിവ് കിട്ടി. എനിക്കവിടെ ഇരുന്നേ പറ്റുണ്ടായിരുന്നു. ഞാൻ ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരുടെ കുടുംബത്തിലാണ്. അതുകൊണ്ട് ഞാനാണ് അധികം പോകുന്നത്. ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിക്കുമ്പം തൊട്ട് ഞാനവിടെ വൈകുന്നേരം പൂജയ്ക്കൊക്കെ പോകണം. ഞാനും അവിടെ കാണും. അന്നേരം ഞാനിത് ദിവസം കേൾക്കും. എനിക്ക് അങ്ങനെ ഒരു വലിയ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഭഗവാന്റെ. കൂത്ത് ഇപ്പം നിർത്തിയിട്ട് ഇവിടുത്തെ ഉത്സവം 28 ദിവസം നിർത്തിയ പിന്നെ 28 ദിവസത്തെ 60-65 65 അല്ല 70 വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉത്സവത്തിന് സമയത്തും ചാക്യാർകൂത്ത് നടക്കാറില്ല. ഉത്സവത്തിന് ഒരു ദിവസമേ ഉള്ളൂ ഇപ്പം. അവർക്ക് അതിനു വേണ്ടി സ്ഥലങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അവർക്ക് തീയാട്ട്, അതിനൊക്കെ നമ്മുടെ കൊട്ടാരത്ത് ശങ്കുന്നുപ്പിളിൻ്റെ വീട്ടുകാരായിരുന്നു ഇവിടെ തീയാട്ട്. അവർക്ക് അദ്ദേഹത്തിൻ്റെ ഐതിഹ്യമാലത്തിൻ്റെ അവർക്ക് വസ്തുവകളാണ് കൊടുത്തത്. അതുപോലെ ചാക്യാർക്കും വസ്തുവകളാണ്. ഒരിക്കൽ അവർ വരാണ്ട് ഇടയ്ക്കൊരു കാലത്ത് മുടങ്ങിയപ്പോൾ അത് കേസ് നടത്തി വസ്തു ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെയും നടത്തി. പിന്നെ ഉത്സവം ഇല്ലാണ്ടായപ്പോൾ അവർക്ക് രക്ഷയായി, അവർ പിന്നെ വന്നിട്ടില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം. ഈ 2 കൊടിമരത്തിൻ്റെ ചരിത്രം അതും കൂടെ. 2 കൊടിമരമാണ് ഇവിടെ. ഒരേ നടയിൽ 2 കൊടിമരം അധികം ക്ഷേത്രങ്ങളിലും കാണാൻ കഴിയില്ല. ഒരു ക്ഷേത്ര മൈതാനത്ത് 2 കൊടിമരമുണ്ട്, അരിപ്പറമ്പിൽ 2 കൊടിമരമുണ്ട്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും സങ്കല്പമായിട്ടാണ് ഈ 2 കൊടിമരം ഇവിടെ ഉള്ളത്. അത് ഒന്ന് ചെമ്പും ഒന്ന് ഓടുമാണ്. കിഴക്ക് വശമായിട്ട് കാണുന്ന, അതായത് ക്ഷേത്രത്തോട് അടുത്ത് കാണുന്ന ചെമ്പ് കൊടിമരമാണ്, മറ്റേത് ഓടാണ്. ഈ ചെമ്പ് കൊടിമരത്തിലാണ് വലിയ ഉത്സവം. 28 ദിവസം ഉത്സവമാണെന്ന് പറഞ്ഞല്ലോ. ആ 10 ദിവസത്തേക്ക് മാത്രമാണ് അതിൽ കൊടി കയറുന്നത്. മറ്റേതെല്ലാം ഓട്ട് കൊടിമരത്തിലാണ്. ചിങ്ങമാസത്തിലേതും മകരം മാസത്തിലേതും എല്ലാം ഇതിലാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആകെ 10 ദിവസത്തെ ഉത്സവമുള്ളൂ. അന്നേരം ആദ്യം ഓട്ട് കൊടിമരത്തെ കൊടി കയറി കഴിഞ്ഞ് മറ്റേ കൂടെ കൊടി കയറും. അങ്ങനെയാക്കി പിന്നെ ചെമ്പ് കൊടിമരത്തെ കൊടി കയറും. അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഓട്ട് കൊടിമരത്തെ 28 ദിവസവും കൊടി കയറും, മറ്റേത്തിൽ അവസാനം 10 ദിവസവും. അതാണ് ഇവിടുത്തെ 2 കൊടിമരം. അതുപോലെ 2 തടമ്പ് എഴുന്നള്ളിച്ച ആറാട്ടിനും പോകണം. ഇവരെ 2 പേരെയും കൊണ്ടുപോയി പള്ളിവട്ടയ്ക്കായാലും ആറാട്ടിനായാലും കൊണ്ടുപോകും. ഇനിയും സംഗീത സാമ്രാട്ടുകളൊരാളായ ത്രിമൂർത്തികളൊരാളായ ഷഡ്കാല ഗോവിന്ദമാരാർ, അദ്ദേഹത്തിനെ കുറിച്ച്. അതായത് ത്രിമൂർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരയമ്മൻ തമ്പി, സ്വാതിരുന്നാൾ, പിന്നെ ഷഡ്കാല ഗോവിന്ദമാരാർ. ഇവർ സംഗീത സദസ്സിലെ, അതായത് സ്വാതിരുന്നാളുടെ സംഗീത സദസ്സിലെ പ്രമാണികളായിരുന്നു. അവരെ അറിയപ്പെട്ടിരുന്നതാണ്. നമുക്ക് ഇരയമ്മൻ തമ്പി അറിയാം, മോമനത്തിങ്കൾ കിടാവോ, അദ്ദേഹത്തിൻ്റെ ഇന്നും പിള്ളേരെ താരാട്ട് പാടി ഉറപ്പിക്കാൻ ആ പാട്ടാണ് നമ്മൾ. അന്നേരം ചാഞ്ചാടി ആടുമ്മയിലോ എന്നുള്ള ആ പാട്ട് ഇന്നും അത് ഉപയോഗിക്കുന്നുണ്ട്. അത്രയ്ക്ക് ഹൃദയസ്ഥമായ പാട്ടുകളായിരുന്നു ഇരയമ്മൻ തമ്പിയുടെ. അതുപോലെ ഷഡ്കാല ഗോവിന്ദമാരാർ. പക്ഷേ ഇവരുടെയൊക്കെ കുറേ പാട്ടുകൾ ഇന്ന് നമുക്ക് ഇതല്ല, പ്രാപ്തമല്ല. എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ കൃതികൾ എഴുതി കഴിഞ്ഞാൽ അത് രാജസദസ്സിൽ കൊണ്ട് സമർപ്പിക്കും. അതിന് പേരെഴുതുകയില്ല. മനസ്സിലായി. ഇത് രാജാവിനെ കാണിക്കാനായിട്ട് സ്വാതിനാളും വലിയ സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ട് ഇതെല്ലാം അദ്ദേഹം അവിടെ സംഭരിച്ച് വെച്ചിരുന്നു. ഇന്ന് അതുകൊണ്ടൊരു വേറൊരു കാര്യം, സ്വാതിരുന്നാൾ ഇവരുടെ കൃതി ഞാൻ എഴുതിയതെന്നും പറഞ്ഞാണെന്നും പറഞ്ഞ് നമ്മൾ പല ടി വിയിലും കാണുന്നു. വാസ്തവത്തിൽ അതല്ല സംഭവം. ഇതെല്ലാം ഈ
ഇവരുടെ സമർപ്പണങ്ങളെല്ലാം അവിടെ വെച്ചിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അതെല്ലാം സാധ്യതാളുകളും അതിൻ്റെ കൂടെ. അന്നേരം ഇത് അറിയാൻ പറ്റുകയില്ല ഇവരെഴുതിയത്. അന്നേരം എല്ലാം സാധ്യതാളാണെന്ന് അങ്ങ് ധരിച്ചു വെച്ചിരിക്കുകയാണ്. അത് രാജകുടുംബത്തിൻ്റെ തെറ്റൊന്നുമല്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായതാണ് കാര്യം. കാരണം അത് ഇവർ പേരെഴുതിയില്ല, അതുകൊണ്ട് അറിയാൻ പറ്റിയില്ല. അത് പ്രസിദ്ധപ്പെടുത്തി വന്നപ്പോൾ എല്ലാവരും സാധ്യതയിരുന്നാളിൻ്റെ പേരിലായി മാറി. കുറേ സാധ്യതാളിൻ്റെ പേരായിട്ട് വന്നു. അങ്ങനെയാണ്, അതായത് ഇവരുടെ കൃതികളും സാധ്യതാളിൻ്റെ പേരിൽ വന്നു. അങ്ങനെയാണ് സംഭവം. അതിനെപ്പറ്റി വളരെയധികം ചർച്ചകൾ ടി വിയിലെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഇതിനെപ്പറ്റി നമ്മുടെ ഷക്കാല ഗോവിന്ദാരെ ഇവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. പുളിക്കൽ തറവാടാണ്, മാരാർ കുടുംബമാണ്. ഇത് പുളിക്കൽ അതാണ് ഷക്കാല ഗോവിന്ദ മാരാർ. അദ്ദേഹത്തിൻ്റെ ഇതായിരുന്നു ആദ്യം അങ്ങനെ കൊട്ടുമായിരുന്നു. അദ്ദേഹം ഇവിടുത്തെ അടിയന്തരക്കാരൻ മേളത്തിൻ്റെ 7 മാരാർ കുടുംബങ്ങളായിരുന്നു വെന്നിമല ക്ഷേത്രത്തിൽ ആ കാലത്ത്. അത് എൻ്റെ ചെറുപ്പത്തിൽ കാലത്ത് 7 ഇതുവരെ 7 മാരാർ കുടുംബങ്ങൾ ഇവിടെ വാദ്യം വേണമായിരുന്നു. അവരുടെ പരമ്പരകൾ ഇപ്പോഴും ചണ്ട കൂട്ടുന്ന വാദ്യോപകരണത്തിലൊക്കെ ഇപ്പം അവരിൽ ഒരാളേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, അമ്പലത്തിലെ 5 പൂജയും ശിവേലി എല്ലാം മുടങ്ങി 70 കഴിഞ്ഞ പിന്നെ. കാരണം ജമ്മിക്കര നിർത്തിയോടി വരുമാനമില്ലാണ്ടായി. പള്ളത്ത് 900 പറ, മുക്കത്ത് 3000 പറ, എടമള, ചമ്പക്കര. എടമള മുഴുവൻ പാട്ടം പിരിയുന്ന സ്ഥലങ്ങളായിരുന്നു, കര മുഴുവനും. അങ്ങനെ പാട്ടം പിരിയുന്നതും ജമ്മിക്കരം പിരിയുന്നതും എല്ലാം നിന്നതോടി ദേവസ്വത്തിൻ്റെ ഇതങ്ങ് പോയി. മറ്റേ ഇത്രയധികം നെല്ലൊക്കെ ഉണ്ടായി. ഇവിടെ 3.5 പറ അരിയാണ് വെച്ച് നിവേദ്യം ഉണ്ടായിരുന്ന ദിവസം. അന്നേരം ഈ ക്ഷേത്ര ജീവനക്കാർക്ക് മുഴുവൻ ഉണ്ണാനുള്ള ചോറ് അമ്പലത്തിൽ നിന്ന് കിട്ടുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും പട്ടിണിയുടെ അറിഞ്ഞിട്ടില്ല. 3-ാം ലോകം വന്നപ്പോൾ തന്നെ, കാരണം ഇവിടെ ആഹാരത്തിന് ബുദ്ധിമുട്ട് വന്നില്ല ഈ ക്ഷേത്രത്തിൻ്റെ ഇതുകൊണ്ട്. അതുപോലെ പല ക്ഷേത്രങ്ങൾക്കും അങ്ങനെയാണെന്ന് ഇതുണ്ടായിരുന്നു. നെല്ലും അരിയും കിട്ടാനുള്ളത് കൊണ്ട് ക്ഷേത്ര ജീവനക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് വരാൻ കാര്യമില്ല. ഇങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ അന്നത്തെ ആസ്തി. അത് കഴിഞ്ഞ് അതെല്ലാം ഇല്ലാണ്ട് വന്നപ്പോൾ വളരെ കാലം ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് തന്നെ ബുദ്ധിമുട്ടായി. കാരണം ദിനചര്യയ്ക്കുള്ള വരുമാനമില്ല, ആളുകളെ പിരിച്ചുവിടേണ്ടതായിട്ട് വന്നു. ഒരു ശാന്തിക്കാരനായി, 2 ശാന്തിക്കാരുള്ളിടത്ത് എല്ലാവരെയും പിരിഞ്ഞ് അങ്ങനെ വളരെ കൺട്രോൾ. എന്നിട്ട് തന്നെയും ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ ഭരണം ഇവർക്ക് ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് അവരെക്കൊണ്ടും സാധിക്കാണ്ട് വന്ന് നാട്ടുകാർ പിന്നെയും ഭരിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് വിശ്വന്തുവൃക്ഷത്തിന് കൊടുത്തത്. ഇപ്പം വിശ്വന്തുവൃക്ഷത്തിൻ്റെ മേൽനോട്ടത്തിലാണ് നാട്ടുകാർ ഭരിക്കുന്നത്. ഇപ്പം ഭരണം ഒരുവിധം നന്നായി. സംഘടനയുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ഈ അമ്പലത്തിലെല്ലാം പുരോഗമന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതെ, ഈ അമ്പലത്തിന് പുരോഗമന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ. അതെ, വിശ്വന്തുവൃക്ഷത്തിൽ ഇവിടുത്തെ നാട്ടുകാരും കൂടെ ചേർന്ന്, നാട്ടുകാർ തന്നെയാണ് എങ്കിലും വിശ്വന്തുവൃക്ഷത്തിൻ്റെ മേൽനോട്ടവും കൂടെ. അവരുടെ ഒരു സപ്പോർട്ട്, ഒരു സംഘടനയുടെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണല്ലോ ഒരു പുരോഗതിക്ക്. അവരുടെ സപ്പോർട്ടും കൂടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇത് മുമ്പ് ടൂറിസം പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്താൻ പോവുകയെന്ന് പറഞ്ഞ് ആളുകൾ ടൂറിസം ആളുകൾ വന്നിട്ട് സന്ദർശനമൊക്കെ നടത്തിയിരുന്നല്ലോ. അതെ, അത് നടത്തിയിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പിന്നീട് അതിനെപ്പറ്റി യാതൊരു അനക്കവും ഇല്ല. കാരണം അതിൻ്റെ എല്ലാം പുറകെ പോകാൻ ആൾ വേണം, അതിനെല്ലാം നമ്മുടെ സ്വാധീന ശക്തി വേണം, എങ്കിലേ ഒരു കാര്യം നടക്കുള്ളൂ. നമുക്കറിയാം ഇന്ന് രാഷ്ട്രീയമാണല്ലോ. ഈ അമ്പലത്തിന് ഇത്രയും ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കുന്ന ഈ കോട്ടയംകാർക്ക് എല്ലാവർക്കും അത്യാവശ്യം അറിയാലോ ഈ അമ്പലത്തിന്റെ പ്രാചീന ചരിത്രങ്ങളെ കുറിച്ച്. ഇത്രയും ചരിത്രമുള്ള ഒരു നിർമ്മിതി വെന്നിമല കോട്ടയായാലും കപില ഗുഹയായാലും ക്ഷേത്രമായാലും ഇത്രയും വലിയ പ്രാധാന്യമുള്ള ക്ഷേത്രം എന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴും ടൂറിസം പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്താത്തതെന്ന് ചിന്തിക്കുന്നത്? അത് ഉൾപ്പെടുത്തേണ്ടതാണ്. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഇവിടെ ഇപ്പം പുരാവസ്തുക്കാർ ഇപ്പം കേരള ഗവൺമെൻറ് എടുത്തു. അവരും പിന്നെ ഇപ്പോൾ വലുതായിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഈ ചുറ്റുമതിൽ കെട്ടേണ്ടതും ഇതെല്ലാം അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവർ ശ്രീ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം വളരെയധികം ഹെൽപ്പ് ചെയ്തിരുന്നു. ആനക്കോട്ടിൽ ഇടിഞ്ഞ് അവിടുത്തെ കുറച്ച് താഴെ വീണു, ഉടനെ അദ്ദേഹം ഓടി വന്ന് അത് ചെയ്തു. അദ്ദേഹത്തിൻ്റെ നല്ലൊരു സപ്പോർട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും. അതുപോലെ ഷക്കാല ഗോവിന്ദ മാരാരുടെ മെമ്മോറിയൽ സ്മാരകം പണിയാൻ അദ്ദേഹത്തിന് മുൻകൈ എടുത്തു. പ്രവർത്തനം നടക്കുന്നുണ്ടോ? പ്രവർത്തനമൊന്നുമില്ല, അതാണ് ഏറ്റവും കഷ്ടം. കാരണം
ഒരു ഗവൺമെൻറ്റിനും അതിന് താല്പര്യമില്ല. കാരണം അതിന് നല്ലൊരു എമൗണ്ട് വേണം. അല്ലയോ ഇപ്പം തന്നെ അതൊരു വലിയൊരു സ്മാരക കേന്ദ്രമാണല്ലോ. കാരണം വലിയൊരു നിർമ്മിതി ഇപ്പോഴും ഒരു ശോചനാവസ്ഥയിൽ ഇപ്പോൾ കിടക്കുന്ന രീതിയിലേക്ക് മൊത്തം കാട് കയറിയൊക്കെ. അതിപ്പം വർഷങ്ങൾ കുറേ ആയി ഇങ്ങനെ ആയിട്ട്. കാരണം അതിനുള്ള ഒരു ഫണ്ട് അത് ഗവൺമെൻറ്റാണ് അനുവദിക്കേണ്ടത്. അത് ഗവൺമെൻറ് അനുവദിക്കണമെങ്കിൽ ഇന്ന് രാഷ്ട്രീയമാണ് എല്ലാത്തിനും. അന്നേരം ആ ഫണ്ട്, കാരണം കലാകാരന്മാർ വേണം, അവരെ പഠിപ്പിക്കാനുള്ള വാദ്യന്മാർ വേണം, അവർക്ക് ശമ്പളം കൊടുക്കണം. അങ്ങനെ ഒരു കലാകേന്ദ്രമായിട്ട് മാറണം. എങ്കിൽ മാത്രമേ ഇത് പുരോഗമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ മുൻപ് ഇവിടെ വാദ്യോപകരണങ്ങൾ അഭ്യസിക്കാൻ വേണ്ടി യുവാക്കളുടെ കുട്ടികളൊക്കെ പങ്കെടുത്തിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ ഇല്ലല്ലേ? അതെ, ഇവിടെ ഉള്ളവർ പഠിക്കുന്നുണ്ട്. അതിപ്പം അത് പഠിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് പേര് മാരാർ കുടുംബങ്ങളും അല്ലാണ്ടുള്ള കുടുംബക്കാരും ഇപ്പം വാദ്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിപ്പോഴും കുറച്ച് പേരൊക്കെ പഠിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു കാലത്ത് തെക്കോട്ട് വെന്നുമല വരെ എന്നൊരു പ്രമാണമുണ്ട് വാദ്യങ്ങൾ. അതായത് ഇവിടെ കൊണ്ട് തെക്കോട്ട് പിന്നെ വലുതായിട്ട് വാദ്യ ഇതൊന്നുമില്ല, പഠിപ്പീരോ അല്ലെങ്കിൽ അത്ര പ്രശസ്തരായ വ്യക്തികളോ ഇല്ലായിരുന്നു. ഇവിടം വരെയൊക്കെ ഉള്ളൂ. ഇവിടുന്ന് വടക്കോട്ടായിരുന്നു വാദ്യ കലാകാരന്മാരുടെ ഒരിത്. അത് കഴിഞ്ഞ് തെക്കോട്ട് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. ഇവിടം വരെ എന്നൊരു പ്രമാണം തന്നെയുണ്ട്, വെന്നുമല വരെ. ഇവിടെ ഒരു കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, മാരാർ കുടുംബങ്ങൾ വളരെയധികം ഉണ്ടായിരുന്നു. വളരെയധികം കലാകാരന്മാർ, കലകൊന്ന് വരാർ, അതുപോലെ ഇവിടെ അമയന്നൂർ, കടങ്ങൂർ, ഇവിടെ എല്ലാം വളരെയധികം വാദ്യകലകളിൽ മുൻപോട്ട് നിന്നിരുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ അതുകൊണ്ട് ഷഡ്കാല ഗോവിന്ദമാരാരുടെ പ്രശസ്തി നമുക്കറിയാം. എന്തൊരു മഹാനുഭാവാലോ എന്ന് ത്യാഗരാജ തന്നെ വിശേഷിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് ഷഡ്കാല ഗോവിന്ദമാരും. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെപ്പറ്റി നമുക്കിന്നൊന്നും അറിയാൻ മേല. അദ്ദേഹം അന്നത്തെ മരുമക്കത്തായതുകൊണ്ട് ഇവിടെയാണ് ജനിച്ചത്, വളർന്നത് എന്ന് നമുക്കറിയാം. ഇന്ന് രാമപുരത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്. അത് മന്മഥ സാറായിരുന്നു, ഇവിടെ NSSൻ്റെ കോളേജ് പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹം മുൻകൈ എടുത്താണ് ആദ്യം അവിടെയാണ് തുടങ്ങിയത്. പക്ഷേ അവിടെയല്ല താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് രാജാവ് സമ്മാനമായി നൽകിയ പെൺകുടക്ക് ഇവിടെയായിരുന്നു. അദ്ദേഹം സ്ഥാപനം ചെയ്ത കുളം ഇവിടെയായിരുന്നു. എല്ലാം ഇവിടെയായിരുന്നു. ഇടയ്ക്ക് ഇവിടെ വെക്കണമെങ്കിൽ അദ്ദേഹം ഇവിടെ താമസിച്ചെങ്കിലേ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് കാലശേഷം ഇവിടെ കിട്ടുള്ളൂ. അതുകൊണ്ട് അതൊക്കെ നമുക്കറിയാം. ഇവിടെ തന്നെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം ഒരു യാത്രികനായിരുന്നു. എല്ലായിടത്തും ലോകം ചുറ്റി കറങ്ങി ഇവിടെയൊക്കെ ഉണ്ട്. അദ്ദേഹം മധ്യപ്രദേശിൽ വെച്ചാണ്, മധ്യപ്രദേശിൽ ആന്ധ്ര ഭാഗത്ത് വെച്ചാണ് അദ്ദേഹം ഒരു സദസ്സിൽ മരണമടയായിരുന്നു. ഒരു ദിവസം എന്തോ വന്ന്. അതാണ് പേരിൽ തന്നെ ഉണ്ടല്ലോ അതിൻ്റെ പ്രാധാന്യം, അദ്ദേഹത്തെ എത്രത്തോളം പ്രശസ്തി നേടിയിരുന്നു. ഷഡ്കാല ഗോവിന്ദമാർ, അതായത് 6 കാലങ്ങളിൽ, അതായത് ത്യാഗരാജനെ കാണാൻ അദ്ദേഹം പോയപ്പോൾ അദ്ദേഹം ഒരു പാട്ട് പാടി. അത് 6 കാലങ്ങളിലായപ്പോഴത്തേക്ക് ശ്വാസമടക്കി നിന്നു എന്നാണ് പറയുന്നത് സദസ്സ് മുഴുവൻ. കാരണം 6 കാലങ്ങളിൽ പാടാൻ കഴിയില്ല ഒരാൾക്കും. അന്നേരം അത്രയ്ക്ക് കഴിവുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഷഡ്കാല ഗോവിന്ദമാർ. അദ്ദേഹത്തിന് അതാണ് ഏറ്റവും വലിയ. പിന്നീട് ടൂറിസത്തിൻ്റെ ഭാഗത്തോട്ട് നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴും ടൂറിസത്തിൻ്റെ കാര്യങ്ങളൊന്നും പുരോഗമനമായിട്ട് നടക്കാത്തത്? അതിപ്പോൾ ചാണ്ടിയുമ്മൻ ഇപ്പോൾ ഇവിടുത്തെ MLA ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടൊക്കെ എത്രത്തോളം? അതായത് അദ്ദേഹത്തിൻ്റെ ഭരണകക്ഷിയല്ല, അദ്ദേഹത്തിന് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ ഒരുപക്ഷെ കഴിയുന്നില്ലായിരിക്കും. നമ്മുടെ വഴികൾ തന്നെ കാണാം. അത് തന്നെ ശോചനീയാവസ്ഥയാണ്. അദ്ദേഹം ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്തേക്ക് വരാനൊരു നല്ല വഴി പോലും ഇല്ലല്ലോ. കാരണം ഫുള്ള് നല്ല വഴി പോലും ഇല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതെല്ലാം അധികാരികൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതല്ലേ? അതെ, കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതാണ്. പക്ഷേ എന്താണ്, എല്ലാം രാഷ്ട്രീയം ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് വളരെയധികം പുരോഗമിക്കേണ്ട ഒരു സ്ഥലമാണ്. ചരിത്ര പ്രാധാന്യമുണ്ട്, പ്രകൃതി രമണീയമാണ്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പല പ്രാവശ്യം ആലോചിക്കുന്നുണ്ട്. ആലോചന എങ്ങ് എത്തുന്നില്ലെന്ന് മാത്രം. ഒരുപാട് സന്ദർശകർ എത്തുന്ന ഒരു ക്ഷേത്രം കൂടെ. അതെ, ഒരുപാട് ക്ഷേത്രത്തിൽ ഒരുപാട് പേര്. ഇപ്പം രാമായണ മാസമാണ്. ഇപ്പം നല്ല ആൾക്കാരാണ്. വൈകുന്നേരം രാവിലെ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം അവിടെ നാലമ്പലത്തിൽ പോയാൽ അത് കഴിഞ്ഞ് ഇവിടെ കൂടെ തൊഴുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നവർ വളരെ പേരുണ്ട്. പിന്നെ ക്ഷേത്രത്തിൻ്റെ സമീപകാല പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പോൾ നന്നായിട്ട് തന്നെ പോകുന്നു. കാരണം ഇപ്പം ചുറ്റുമതിൽ കെട്ടി, അതിന് ലക്ഷങ്ങൾ വേണ്ടുന്നു. ഇത്രയും വലിയൊരു ചുറ്റുമതിലിന് ഏകദേശം 1 കോടി രൂപയുടെ അടുത്ത് അതിന് ചിലവായിട്ടുണ്ട്. പിന്നെ ഓഡിറ്റോറിയം ഇപ്പം പുതുതായിട്ട് നിർമ്മിച്ചു. അതിൻ്റെ ഇടമതിൽ, ക്ഷേത്രത്തിന് തന്നെ 2 മതിൽ, ഇത്ര വലിയ മതിൽക്കകത്തിൻ്റെ ആവശ്യമില്ല ഈ കാലത്ത്.
അതുകൊണ്ട് ഇടമതിൽ അന്നേരം അതിൻ്റെ ഇടയ്ക്ക് പൂങ്കാവനോ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് അതിന് ഇടമതിലും കൂടെ തിരിച്ചു. പിന്നെ തീർത്ഥക്കുളം നവീകരിച്ചു. വലിയ തർപ്പണത്തിന് 400-500 പേർക്ക് വേണമെങ്കിലും ഇരുന്ന് വലിയ തർപ്പണം ചെയ്യാനുള്ള സൗകര്യങ്ങളൊരുക്കി. ഇങ്ങനെ വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ക്ഷേത്രം. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിന് ഭരണാധികാരികളെ അനുമോദിച്ചേ മതിയാവൂ. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഒരു പ്രശസ്തി കിട്ടിയല്ലേ? പ്രസിദ്ധി കിട്ടി. അത് തന്നെ, ഇലക്ഷൻ വന്നപ്പോൾ ഈ അമ്പലത്തിനെക്കുറിച്ച് എല്ലാ നെറ്റുകളിലും വന്നു. അങ്ങനെ കുറച്ചുകൂടെ ഒരു പ്രശസ്തി കിട്ടി. അപ്പോൾ ഇതൊരു വികസനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ സർക്കാരിൻ്റെ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല? അതായത് സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ഈ ക്ഷേത്രം ഇത് ആഗ്രഹിക്കുന്നുണ്ട്, അഭ്യർത്ഥിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം ദൈവനിശ്ചയമാണ്, അനുകൂലമായിട്ട് വരും എന്ന് വിചാരിക്കാം ഇന്നല്ലെങ്കിൽ നാളെ. ടൂറിസം പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തണം തന്നെയാണ് പറയുന്നത്. അതെ, അങ്ങനെയാണ് ഞങ്ങളുടെ എല്ലാം നാട്ടുകാരുടെ ആഗ്രഹങ്ങൾ.